കാടും കാട്ടിലെ മൃഗങ്ങളും സംരക്ഷിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുന്നതിന് പകരം മനുഷ്യനെ എങ്ങനെ ഉപദ്രവിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന ഒരു വകുപ്പായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാറിയിരിക്കുന്നു. കാട്ടിൽ കഴിയേണ്ട മൃഗങ്ങൾ നാട്ടിലേക്ക് വരികയും മനുഷ്യരുടെ ജീവനും സ്വത്തുക്കളും കവർന്നെടുക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് പ്രതിഷേധിച്ചാൽ ആ മനുഷ്യനെ ജയിലിൽ അടയ്ക്കുന്ന തരത്തിലേക്ക് ഈ നെറികെട്ട ഉദ്യോഗസ്ഥ വർഗം മാറിപ്പോയി. ഇന്ന് മലയോര പ്രദേശങ്ങളിൽ ഒരു മനുഷ്യനും ഒരു തരത്തിലുള്ള കൃഷിയും സാധ്യമല്ല. അവന്റെ കൃഷി മുഴുവൻ വന്യമൃഗങ്ങൾ നശിപ്പിക്കുകയാണ്. സകല മനുഷ്യരും സഹികെട്ട് ഗ്രാമങ്ങൾ വിട്ട് ഓടുകയാണ്. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ, അവരുടെ പലായനം കൂടുതൽ ശക്തമാക്കാൻ പുതിയ നിയമപരിഷ്കാരവുമായി എത്തുകയാണ് കരിനിയമത്തിൽ ആനന്ദം കൊള്ളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1961 കേരള ഫോറസ്റ്റ് ആക്ടിലാണ് പുതിയതായി ഭേദഗതി കൊണ്ടുവരുന്നത്. ഈ ഭേദഗതിയുടെ കരട് രേഖയാണ് ഇപ്പോൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ ഭേദഗതി നടപ്പിലായാൽ കാട്ടിൽ കയറുന്നവന് 25,000 രൂപ പിഴ അടക്കേണ്ടി വരും. അപ്പോൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ കാട്ടിൽ കയറുന്നതെന്ന്? കാടെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പുസ്തകങ്ങളിൽ വായിച്ച കാടല്ല. പ്രത്യേക ഉത്തരവ് വഴി നഗരത്തിൽ പോലും ഒരു കാട് സൃഷ്ടിക്കാൻ വനം വകുപ്പിന് ഇപ്പോൾ അവകാശമുണ്ട്. വനാതിർത്തിയോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർ മൃഗങ്ങൾക്കും കാടിനും ഒരു കുഴപ്പവും വരാതെ വനത്തോട് ചേർന്ന് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. കാട്ടിലൂടെയുള്ള വഴിയിലൂടെ കടന്നുപോയാൽ പോലും അരികിലൊന്നും മുള്ളാൻ നിന്നാൽ കാട്ടിൽ കയറി എന്ന പേരിൽ 25,000 രൂപ പിഴ ഈടാക്കുന്ന തരത്തിൽ നിയമം പരിഷ്കരിക്കുകയാണ്. വിറക് പറക്കാൻ കാട്ടിൽ കയറുന്ന കാര്യം ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അതെല്ലാം പോട്ടെ, കാടിന് പരിസരത്ത് കൂടി ഒഴുകുന്ന ഒരു നദിയിൽ നിന്നും മീൻ പിടിച്ചാൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം എന്ന് ഈ പരിഷ്കാരത്തിൽ വ്യക്തമായി പറയുന്നു.